ചർച്ച് വാർഡൻസ് ജോസ് കെ മാത്യു, സുരേഷ് ശങ്കർ, ഹാർവസ്റ്റ് ഫെസ്റ്റിവലിൻ്റെ കൺവീനർ ജോളി, മറ്റ് കമ്മിറ്റി അംഗങ്ങൾ, സിറ്റി CSI സഭയുടെ സെക്രട്ടറി, അവിടുത്തെ കമ്മിറ്റി അംഗങ്ങൾ, സഭാജനങ്ങൾ, പ്രത്യേകിച്ച് ഈ സഭയിലെ അംഗങ്ങൾ, മറ്റ് സുഹൃത്തുക്കളായ സഭകളിൽ നിന്ന് വന്നിരിക്കുന്ന എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടെ ഹാർദവമായി സ്വാഗതം ചെയ്യാം. ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ നമ്മുടെ ജീവിതത്തിൽ ഒരു സന്തോഷത്തിൻ്റെ ഒരു അനുഭവമാണ്. ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതായ അനുഗ്രഹങ്ങളെ ഓർത്തുകൊണ്ട് നാം നന്ദിയും സ്തോത്രം അർപ്പിക്കുന്നതായ ഒരു സമയം കൂടിയാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ ദൈവത്തിൻ്റെ വിവിധമായ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നൽകി. യഹോവയുടെ സന്നിധിയിൽ നാം ചെല്ലുമ്പോൾ തിരുവചനം നമ്മളോട് ആവശ്യപ്പെടുന്നത് നാം ആരാണ് എന്ന് നാം ഓർക്കണം. അതോടൊപ്പം ദൈവസന്നിധിയിൽ നമ്മളുടെ ആദ്യഫലത്തെ സമർപ്പിക്കുകയും ദൈവം നൽകിയതായ നന്മകളെ ഓർത്തുകൊണ്ട് നന്ദിയും സ്തോത്രം അർപ്പിക്കുകയും അതിലൂടെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭ്യമാകുവാൻ ദൈവം സാധ്യതകളെ തുറക്കുകയും ചെയ്യുന്നതായ വഴികളെക്കുറിച്ചാണ് നാം തിരുവചനത്തിലൂടെ മനസ്സിലാക്കി പഠിക്കുകയും ചെയ്തത്. പ്രത്യേകിച്ച് ഞാനിവിടെ നിൽക്കുമ്പോൾ മറ്റുള്ളവർ പറഞ്ഞതായ അറിവിലൂടെ ഞാൻ മനസ്സിലാക്കുന്നത് അഹമ്മദി ഇടവകയുടെ ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ ആരംഭിക്കുന്നത് സമയങ്ങളിൽ ഒരു വീടിൻ്റെ ഗാർഡനിലോ അങ്ങനെയുള്ളതായ ചെറിയ സ്ഥലങ്ങളിൽ ഒരു ചെറിയ കൂട്ടമായി ആരംഭിച്ചതായ ഒരു ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ ഇന്ന് ഇത്രയും വിപുലമായി കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നടത്തുവാൻ ദൈവം നമ്മെ സഹായിച്ചു. ദൈവം അതിനെ നമ്മെ വളർത്തി. ദൈവം നമുക്ക് ആവശ്യമായ സംരക്ഷണം നൽകി. ദൈവം ആവശ്യമായ കൃപകൾ നൽകി. വീണ്ടും നാം ദൈവസന്നിധിയിൽ ഒരുമിച്ച് വരുവാൻ ദൈവം ഇടയാക്കുമ്പോൾ ഞാനും ദൈവത്തിന് കഴിഞ്ഞ വർഷങ്ങളിൽ ലഭിച്ചതായ അനുഗ്രഹങ്ങളെ ഓർത്തുകൊണ്ട് ദൈവത്തിന് സ്തോത്രം കരയറ്റുക. കഴിഞ്ഞൊരു വർഷക്കാലത്ത് നമ്മുടെ ജീവിതത്തിൽ വിവിധമായ നന്മകൾ ദൈവം നൽകി. നമുക്ക് ജോലി ചെയ്യുവാനുള്ളതായ ആരോഗ്യം നൽകി. നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ സാമ്പത്തികമായ വളർച്ച ദൈവം നൽകി. നമുക്ക് വരാവുന്ന ആപത്തുകളിൽ നിന്ന്, രോഗത്തിൽ നിന്ന്, പ്രയാസങ്ങളൊക്കെ ദൈവം വിടുവിച്ചു. അങ്ങനെ വിവിധമായ അനുഗ്രഹങ്ങൾ ദൈവം നമുക്ക് നൽകിയിരിക്കുമ്പോൾ ഇതൊരു സ്തോത്രാണത്തിൻ്റെ ദൈവത്തിന് നന്ദി കരയറ്റുന്നതായ ഒരു അവസരം കൂടിയായി നാം ഇതിനെ കാണുകയും മനസ്സിലാക്കുകയും ചെയ്യും. പ്രത്യേകിച്ച് നിങ്ങളെല്ലാവരെയും ഞാൻ ദൈവത്തിൻ്റെ നാമത്തിൽ നന്ദി കരയറ്റുന്നതോടൊപ്പം വരുന്ന വർഷങ്ങളിൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവം ദാനമായി നൽകട്ടെ. ഈ ഒരു ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹത്തിൻ്റെ ദിവസമായി, സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദിവസമായി തീരട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നിങ്ങളെ എല്ലാവരെയും ഒരിക്കലൂടെ സ്വാഗതം ചെയ്യുന്നു. അതിനോടൊപ്പം അഹമ്മദി മർത്തോമ ഇടവകാരിയായിരിക്കുന്ന ബഹുമാനുള്ള കെ വർഗീസ് അച്ഛൻ നമ്മളോടൊപ്പം എത്തിയിട്ടുണ്ട്. അച്ഛനെയും സഭയുടെ കമ്മിറ്റി അംഗങ്ങളെയും സഭാജനങ്ങളെയും നിങ്ങളുടെ ഏവരുടെയും പേരിൽ ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ ഈ ഫംഗ്ഷൻ ബഹുമാനുള്ള സാമ്പത്തിക സാവച്ചൻ ഉദ്ഘാടനം ചെയ്യുന്ന അച്ഛനെ ഞാൻ അതിനോട് ക്ഷണിക്കുന്നു. സെൻറ്റ് പോൾസ് CSI കോൺഗ്രിഗേഷൻ്റെ ഇടവക വികാരി, എത്രയും ബഹുമാനമുള്ള ജോണി ആൻഡ്രൂസ് അച്ഛൻ, മർത്തോമ ഇടവകയുടെ വികാരി കെ വർഗീസ് അച്ഛൻ, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ഹാർവസ്റ്റ് ഫെസ്റ്റിവലിൽ സംബന്ധിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കെല്ലാവർക്കും വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഒരു ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ സീസണിലേക്കാണ് എനിക്ക് ഈ നാട്ടിൽ ജോയിൻ ചെയ്യുവാനായിട്ട് ഇടയായത്. 2-3 ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ ഈ ആഴ്ചക്കിടയിൽ പങ്കെടുക്കുവാനായിട്ടുള്ള ഭാഗ്യം ലഭിച്ചു. അതുകൊണ്ട് തന്നെ എത്ര ആവേശത്തോടും എത്ര സമർപ്പണത്തോടും കൂടിയാണ് നിങ്ങളെല്ലാവരും തന്നെ സഭാഭേദമന്യേ ഈ ഒരു പ്രത്യേക ആഘോഷത്തെ കൈക്കൊള്ളുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു.
എല്ലാ രീതിയിലുമുള്ള കൂട്ടായ്മയുടെ ഒരു പുനർസങ്കലനത്തിന് ഈ മീറ്റിംഗ് ഇടയാക്കുന്നു എന്നുള്ളത് കൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ, ഹാർവസ്റ്റ് ദൈവം നൽകുന്ന അനുഗ്രഹമാണ്. നമ്മൾ അധ്വാനിച്ചത് കൊണ്ട് കൊയ്യാൻ സാധിക്കണമെന്നില്ല. ഹാർവസ്റ്റിനെ കുറിച്ച് പറയുന്നത് അതിൻ്റെ പിന്നിലുള്ള സമർപ്പണമാണ്. അത് ഏത് രീതിയിലായിരുന്നാലും ഒരു നല്ല കൊയ്ത്തിന് നമ്മളെ സജ്ജരാക്കുന്നത് എന്നാണ്. ബൈബിളിൽ ധാരാളം പഠിപ്പിക്കലുകൾ ഹാർവസ്റ്റ് ഫെസ്റ്റിവലിനെ കുറിച്ച് നൽകുന്നുണ്ട്. അതിൽ പഴയ നിയമത്തിൽ വളരെ വിശദമായി വിളവ്, അത് കൊയ്യുക, കൊട്ടിവെക്കുക, അത് ഉപയോഗിക്കുക, വിത്ത് കൈകാര്യം ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചൊക്കെ പറയുന്നു. നമ്മുടെ ഇവിടെ പുറകെ നിൽക്കുന്നവർ ആഹാരം കഴിക്കുന്നതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ ഇവിടെ ഒരു ഫംഗ്ഷൻ നടക്കുന്ന അതിന് ഒരു എന്താ പറയുക, അതിനോടൊരു സമീപനം, നല്ല സമീപനം ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. പുറകെ നിൽക്കുന്നവരോട് പറയുന്നത്, ഇനിയും എൻ്റെ പിന്നാലെ ആരെങ്കിലും സംസാരിക്കുന്നെങ്കിൽ അവർക്കൊക്കെ വേണ്ടിയാണ് പറയുന്നത്. ഒരു ചെറിയ ശ്രദ്ധ ഇങ്ങോട്ട് നൽകിക്കൊണ്ടല്ലെങ്കിൽ നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് നിയന്ത്രണം വെച്ചുകൊണ്ട് ഇടപെടുക എന്ന് ഓർമ്മിക്കുന്നു. അതുകൊണ്ട് പുതിയ നിയമ അടിസ്ഥാനത്തിൽ കൊയ്ത്തിനെ കുറിച്ച് പറയുന്നതിന് പ്രത്യേകതയുണ്ട്. അത് വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തു നടത്തുന്ന കൊയ്ത്തിനെ കുറിച്ചാണ്. ഈ ലോകത്തിലെ കൊയ്ത്തും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവെങ്കിലെ കൊയ്ത്തും ഒരുപോലെ പ്രാധാന്യമുള്ളതാണ്. നമ്മളൊക്കെ ഈ നശിച്ചു പോകുന്ന ഈ ലോകത്തിന്റെ കൊയ്ത്തുകളിൽ ഉൾപ്പെട്ട് നിൽക്കുമ്പോൾ കർത്താവ് കളകൂട്ടി വെക്കുകയും കൊയ്ത്തിന് ആവശ്യമുള്ളത് ഒരുമിച്ച് ചേർത്ത് നിത്യരക്ഷയുടെ അനുഭവത്തിലേക്ക്, രണ്ടാം മരണത്തിന് അധീനരാകാതെ സൂക്ഷിക്കുകയും ചെയ്യുന്ന ഒരു അനുഭവത്തെക്കുറിച്ച് തിരുവചനം പറയുന്നു. എന്നാൽ ബൈബിളിലെ ഒരു പ്രത്യേക ഭാഗത്തു നിന്ന് ദൈവം നൽകുന്ന കരുതലിനെ കുറിച്ച് ഈ ഹാർവസ്റ്റ് ഫെസ്റ്റിവലിന്റെ സമയത്ത് പറയാനായിട്ട് എന്നെ പ്രേരിപ്പിച്ച ഘടകം അച്ഛൻ പറഞ്ഞതാണ്. ഇവിടെ ഒരു ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ ആരംഭിച്ചപ്പോൾ ഒരു വീടിന്റെ ഗാർഡനിൽ കൂടുവാൻ തക്കവണ്ണമുള്ള ആളുകളുടെ ഒരു കൂട്ടായ്മയായിരുന്നു. എന്നാൽ അതിനെ ഇന്ന് ഇത്രയും അംഗങ്ങളുള്ള അനേകരിൽ നിന്ന് എനിക്ക് കേൾക്കുവാനായിട്ടിടയായി നല്ല പരസ്പര ധാരണയും സഹകരണവുമുള്ള അംഗങ്ങൾ ഉൾപ്പെടുന്ന ഒരു സഭയായി തീരുവാൻ ഈ സഭയ്ക്ക് സാധിച്ചത് ദൈവം നൽകിയ അനുഗ്രഹത്തിന്റെ മുഖാന്തരമാണ്. ദൈവം നമ്മളെ നടത്തുമ്പോൾ നാം ദൈവത്തിന്റെ കയ്യിൽ സമർപ്പിച്ച് വീണ്ടും തിരികെ മേടിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് കർത്താവിന് ബോധമുണ്ട്. അതുകൊണ്ട് നമ്മൾ പോകുന്ന വഴിയിലൊക്കെ അത് കരുതുമെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ ഒന്നേ ഉള്ളൂ, ദൈവം നമുക്കായി കരുതിയത് കരുതിയില്ല എന്ന് പറയാതെ മാത്രം ഇരിക്കുക. ദൈവം നമുക്ക് ഒത്തിരി കാര്യങ്ങൾ തന്നു. അത് താലന്തുകളായി തന്നു, പണമായിട്ട് തന്നു, കുടുംബമായിട്ട് തന്നു, ഒത്തിരി അവസരങ്ങൾ, കഴിവുകൾ, ഒത്തിരി സമ്പാദ്യം ദൈവം നമുക്ക് തന്നു. ദൈവം തന്നതൊന്നും എനിക്കില്ല എന്ന് മാത്രം പറയാതിരിക്കുക. ഇന്ന് ഏറ്റവും കൂടുതലായിട്ടുള്ളത് കർത്താവ് ഒത്തിരിയൊക്കെ തന്നിട്ട് നമ്മൾ ഇല്ല എന്ന് പറയുന്ന സ്വഭാവമാണ്. ഇസ്രായേലിൽ നിന്ന് പുറപ്പെട്ട ജനത ഒരു വലിയ നദിയിലൂടെ കടന്ന്, അല്ലെങ്കിൽ സമുദ്രത്തിലൂടെ കടന്ന് അപ്പുറത്ത് വരുമ്പോൾ അവരോട് മോശ ആവശ്യപ്പെടുന്നുണ്ട് ഒരു കൃപാസനം ഉണ്ടാക്കുവാൻ, ഒരു കൂടാരം ഉണ്ടാക്കുവാൻ ആവശ്യമുള്ള വിശേഷ വസ്തുക്കളെ തരാൻ. നമുക്ക് ചിന്തിച്ചാൽ അറിയാം, അടിമയായിരുന്ന ജനത്തിന് ഈ വിശേഷ വസ്തുക്കൾ ഒരിക്കലും ലഭ്യമല്ല. പക്ഷെ തിരുവചനം പറയുന്നു അവരവർ തിരിച്ചു ചെന്ന് അവരുടെ വീട്ടിൽ നോക്കിയപ്പോൾ തടി ആവശ്യമുള്ളിടത്ത് തടി അവരുടെ വീട്ടിലുണ്ടായിരുന്നു, ചുവപ്പ് നൂൽ ആവശ്യമുണ്ടായിരുന്നപ്പോൾ ചുവപ്പ് നൂലുണ്ടായിരുന്നു, രത്നങ്ങൾ ആവശ്യമുണ്ടായപ്പോൾ രത്നങ്ങൾ ഉണ്ടായിരുന്നു. എങ്ങനെയാണ് അടിമകളുടെ ഇതൊക്കെ വന്നത്? അവരുടെ ആ നദിയിൽ കൂടെയുള്ള യാത്രയിൽ അവർ യാത്ര പുറപ്പെട്ടതിന് ശേഷം ദൈവം ഇതെല്ലാം കരുതി. സമുദ്രത്തെ കുറിച്ച് പറയുന്നത് അതൊരു ട്രഷറാണ്. സമുദ്രത്തിന്റെ അടിയിൽ നാഗരികതകൾ തന്നെ ഉണ്ടെന്നാണ് പറയുക. ഒരു സമുദ്രം രണ്ടായിട്ട് പിരിഞ്ഞ് അതിനുള്ളിലൂടെ ഒരു ജനം കടന്നു പോകുമ്പോൾ ദൈവത്തിന് ദൈവിക ശുശ്രൂഷയ്ക്ക്, ജനതയുടെ ആരാധനയ്ക്ക് ആവശ്യമുള്ളതൊക്കെ ഈ യാത്രയിൽ കരുതുവാൻ ദൈവത്തിനിടയായി. പക്ഷെ ഒന്ന് മാത്രം ഓർക്കുക, നിന്റെ കയ്യിൽ എന്തുണ്ട് എന്ന് ചോദിക്കുമ്പോൾ മറച്ചു വെക്കാതിരിക്കുക. അവരാരും മറച്ചു വെക്കാഞ്ഞതുകൊണ്ട് അവരുടെ കയ്യിലുണ്ടായിരുന്ന എല്ലാ വസ്തുക്കളും ദൈവിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് കഴിഞ്ഞു. തഹശുതോൽ എന്നൊരു വാക്ക് അതിനകത്ത് പറയുന്നുണ്ട്. തഹശുതോൽ നിങ്ങൾ ബൈബിൾ എടുത്ത് വായിച്ചറിയാം. തഹശുതോൽ അവർ കൊടുത്തു. തഹശുതോൽ എന്ന് പറഞ്ഞാൽ രണ്ട് ഉപയോഗമാണ് അതിനുള്ളത്. ഒന്ന്, കിണറ്റിൽ നിന്ന് വെള്ളം കോരാനുള്ള ആ വലിയ ആഴത്തിലാണ് കിണർ. അവിടെ നിന്ന് വെള്ളം കോരണമെങ്കിൽ തഹശുതോല് അറുത്ത് കൂട്ടിക്കെട്ടിയിട്ടാണ് കോരുക. പണ്ടൊക്കെ നമ്മുടെ നാട്ടില് ടയറിന്റെ ഒരു തരം വള്ളി ഉപയോഗിക്കുമായിരുന്നു. ഇങ്ങനെ ആടി നിൽക്കും പൊങ്ങി വരുമ്പോൾ, അങ്ങനെ ഒരു വള്ളി ഉപയോഗിക്കുക. രണ്ടാമത് തഹശുതോൽ ഉപയോഗിക്കുന്നത് ചെരുപ്പിന്റെ വള്ളി കെട്ടാണ്. നമ്മുടെ ചെരുപ്പിന്റെ രണ്ട് വള്ളി പോലല്ല, ചുറ്റി കാലെ കെട്ടത്തൊക്കെ വണ്ണം ഊരിപ്പോകാതിരിക്കേണ്ട വള്ളി കെട്ടേണ്ട തഹശുതോല. അപ്പൊ ഭയങ്കര വിലയേറിയ പ്രഷ്യസ് ആയിട്ടുള്ള വസ്തുവായിരുന്നു. ദൈവം അവരോട് പറഞ്ഞു അത് എന്റെ കൂടാരത്തിന്റെ മുകളിൽ ഞാൻ തരാൻ പറഞ്ഞു. അവരത് കൊടുത്തപ്പോൾ സംഭവിച്ചത് എന്താ? അവരുടെ ചെരുപ്പിന്റെ വള്ളി ഒരിക്കലും പൊട്ടിപ്പോയില്ല. അവർക്ക് ഒരിക്കലും എങ്ങോട്ടും വെള്ളം കോരേണ്ട ആവശ്യം വന്നില്ല. ദൈവം അവർക്ക് വെള്ളം ഒഴുക്കി കൊടുത്തു. അപ്പൊ ദൈവത്തിന് വേണ്ടി നമ്മൾ എന്ത് സമർപ്പിച്ചാലും ഭാവിയിൽ കർത്താവിന് വേണ്ടി നൽകിയത് കൊണ്ട് നമുക്ക് കുറവുണ്ടാകാതിരിക്കാൻ കരുതുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. അത് തന്നെയാണ് ഹാർവസ്റ്റ് ഫെസ്റ്റിവലിന്റെ സന്ദേശം.
ആ സന്ദേശം ഉൾക്കൊള്ളാൻ കഴിയട്ടെ. നിങ്ങൾ എന്ത് നഷ്ടം സഹിച്ചാലും ദൈവം അത് ലാഭമാക്കി തീർക്കും. നിങ്ങളുടെ കയ്യിലുള്ളതൊക്കെ കർത്താവിന് വേണ്ടി സമർപ്പിച്ചാൽ അവനത് മടക്കി നൽകും എന്നുള്ള വലിയ ചിന്ത ഈ ഒരു കാലത്ത് നിങ്ങൾക്ക് നിലനിർത്തുവാനായിട്ട് കഴിയട്ടെ എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. ഇങ്ങനെ ഒരു അവസരത്തിൽ ഇവിടെ നിൽക്കുവാനും ഈ സഭയുടെ ഫെലോഷിപ്പിൽ പങ്കുകൊള്ളുവാനും ഇടയാകുന്നോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ഒരു വിസിറ്റിംഗ് വിസയിൽ വന്ന് ഇവിടെ സഭയുടെ ചാർജ് ഏറ്റ സമയത്ത് ഞാൻ ഓർക്കുന്നു, വളരെ താല്പര്യപൂർവ്വം ആ വെറും 2-3 ആഴ്ച മാത്രം ഞാൻ ഇവിടെ ഉണ്ടായിരുന്നിടത്ത് അവിടെ വന്നൊരു വെള്ളിയാഴ്ച വൈകിട്ട് എന്നെ വിളിച്ച് അഹമ്മദി സഭയുടെ മധ്യത്തിൽ കൊണ്ടുവന്ന് ഈ നാട്ടിലേക്ക് വന്നതിന് സ്വാഗതം വരളിയ ഒരു സഭയാണ് അഹമ്മദി സഭ. അതുകൊണ്ട് നിങ്ങളുടെ പ്രതികരിക്കാനുള്ള കഴിവിന്, ശുശ്രൂഷിക്കാനുള്ള കഴിവിന്, അഭിനന്ദിക്കാനുള്ള മനസ്സിന് ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് ഇവിടെ നിൽക്കുന്നു. ഉയരത്തിലെ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുവാറാകട്ടെ. ഒരു കൊയ്ത്തുപാട്ടിന്റെ ഒരു ശീല് പാടിക്കൊണ്ട് ഈ അഹമ്മദി ചർച്ചിന്റെ, സെന്റ് പോൾസ് ചർച്ചിന്റെ ഈ കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്യുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. വളരെ പഴക്കമേറിയ ഒരു കൊയ്ത്തുപാട്ടിന്റെ 2 ശീലുകളാണ് ഞാൻ പാടുന്നത്. ഇത് പാടിക്കൊണ്ട് ഈ കൊയ്ത്തുത്സവം സെന്റ് പോൾസ് CSI സഭയുടെ ഈ വർഷത്തെ ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്യുവാനായിട്ട് താല്പര്യപ്പെടുന്നു. ഉയരെ മുകിലിൻ നിരകളും ഞാറ്റുപാട്ടിൻ നീണവും, ഉയരെ മുകിലിൻ നിരകളും ഞാറ്റുപാട്ടിൻ നീണവും, ഉയരുമെന്നും ഇതേകദാനം ധരണിയുള്ളൊരു കാലവും, ഉയരുമെന്നും ഇതേകദാനം ധരണിയുള്ളൊരു കാലവും, തെയ്യാരെ തക തെയ്യാരെ തക തെയ്യാരെ തക തെയ്യാരെ തെയ്യാരെ തക തെയ്യാരെ തക തെയ്യാരെ തക തെയ്യാരെ, ചരമഗീതം പാടുവോർ അറിയണം ഈ ധരണിയെ, ചരമഗീതം പാടുവോർ അറിയണം ഈ ധരണിയെ, മർത്യതയ്ക്കിനി മാനമേകാൻ കർമ്മമാർഗം ചേരണം, മർത്യതയ്ക്കിനി മാനമേകാൻ കർമ്മമാർഗം ചേരണം, തെയ്യാരെ തക തെയ്യാരെ തക തെയ്യാരെ തക തെയ്യാരെ തെയ്യാരെ തക തെയ്യാരെ തക തെയ്യാരെ തക തെയ്യാരെ. സെന്റ് പോൾസ് സഭയുടെ ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊള്ളുന്നു. ഈ സഭയോടുള്ള നന്ദിയും സ്നേഹവും അറിയുന്നു.